Hello kids, welcome back to RG World. Happy learning with Radhi Gopakumar. Let's continue the third part of the lesson, His First Flight, which has been written by Liam O'Flaherty. Then a monstrous terror seized him and his heart stood still. അമ്മയുടെ വായിലിരിക്കുന്ന മത്സ്യകഷ്ണത്തിന് വേണ്ടി അന്തരീക്ഷത്തിലേക്ക് ചാടിയ നമ്മുടെ സീകൾ താഴത്തേക്ക് വീഴുവാൻ പോയി. പക്ഷേ അതേ നിമിഷം തന്നെ അവൻ പറക്കുവാൻ അമ്മയുടെ പ്രേരണയാൽ ശ്രമിച്ചു. പെട്ടെന്നാണ് ഭീകരമായ ഒരു ഭയം അവനെ കീഴ്പ്പെടുത്തിയത്. അവൻ്റെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. He could hear nothing. അവനൊന്നും തന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ സാധിച്ചില്ല. But it only lasted a moment. പക്ഷേ അത് ഒരു നിമിഷത്തേക്ക് മാത്രമേ നീണ്ടു നിന്നുള്ളൂ. The next moment he felt his wings spread outwards. അടുത്ത നിമിഷം തൻ്റെ ചിറകുകൾ പുറത്തേക്ക് വിടരുന്നതായി അവന് മനസ്സിലായി. The wind rushed against his breast feathers, then under his stomach and against his wings. ഇപ്പോൾ അവനെതിരെ വീശിയടിക്കുന്ന കാറ്റ് അവൻ്റെ നെഞ്ചിന് താഴെയുള്ള തൂവലുകൾക്കിടയിലൂടെ അവൻ്റെ വയറിന് താഴെയുള്ള തൂവലുകൾക്കിടയിലൂടെ അവൻ്റെ ചിറകിലേക്ക് കയറുന്നതായി അവന് മനസ്സിലായി. He could feel the tips of his wings cutting through the air. പെട്ടെന്ന് തന്നെ അവന് മനസ്സിലാവുന്നുണ്ട് തൻ്റെ ചിറകുകൾ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായും ചിറകുകളുടെ അഗ്രഭാഗങ്ങൾ തുമ്പ് കാറ്റിനെ കീറിമുറിച്ച് മുന്നോട്ട് പറക്കുന്നതായും അവന് മനസ്സിലായി. He was not falling headlong now. ഇപ്പോൾ താഴേക്ക് തലകുത്തി വീഴുകയല്ല അവൻ ചെയ്യുന്നത്. He was soaring gradually. മുകളിലേക്ക് കുതിച്ചു വരികയാണ്. Downwards and outwards. പുറത്തോട്ടും താഴേക്കുമായി പറക്കാൻ ശ്രമിക്കുകയാണ്. He was no longer afraid. ഇനി അവന് പേടിയില്ല. He just felt a bit dizzy. പേടിയില്ലാതെ പറക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതേസമയം തന്നെ അവനൊരു ചെറിയ തലകറക്കം അനുഭവപ്പെട്ടു. Then he flapped his wings once and he soared upwards. പെട്ടെന്ന് തന്നെ ചിറകുകൾ ശക്തമായി അടിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് കുതിച്ചുയരുവാൻ ശ്രമിച്ചു. He uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind. He uttered a joyous scream. വളരെ സന്തോഷകരമായ ഒരു ശബ്ദം അവൻ ഉണ്ടാക്കി. And flapped them again. ചിറകുകൾ ശക്തമായി വീണ്ടും അടിച്ചു. He soared higher. മുകളിലേക്ക് കുതിച്ചുയർന്നു. He raised his breast and banged against the wind. അവൻ്റെ നെഞ്ച് വിരിച്ച് അവൻ കാറ്റിന് എതിരായി പറക്കുവാൻ ആരംഭിച്ചു. Ga, 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 Gavlula, his mother swooped past him, her wings making a loud noise. ഗാ 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 എന്ന് ഒച്ചയുണ്ടാക്കിക്കൊണ്ട് അവൻ്റെ അമ്മ അവനെ മറികടന്നു. അമ്മയ്ക്ക് മനസ്സിലായി അവൻ്റെ ചിറകുകൾ കുഴഞ്ഞ് അവൻ താഴെ വീഴുവാൻ പോവുകയാണെന്ന്. അപ്പോൾ അവൻ്റെ ശ്രദ്ധ ആകർഷിക്കാനായി വളരെ ശബ്ദത്തിൽ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് അവനെ ഇൻസ്പയർ ചെയ്തു. അതേസമയം തന്നെ അമ്മയുടെ ചിറകടിയുടെ ശബ്ദം അവൻ നന്നായി കേട്ടു. അതവനെ പറന്നുയരാൻ പ്രേരിപ്പിച്ചു. He answered her with another scream. അമ്മയുടെ ശബ്ദത്തിന് മറുപടിയായി അവൻ വേറൊരു ശബ്ദമുണ്ടാക്കി. Then his father flew over him screaming. അച്ഛനും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൻ അടുക്കലായി അച്ഛൻ പറന്നു നടന്നു. അച്ഛൻ ശബ്ദമുണ്ടാക്കി അവൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. Then he saw his two brothers and sister flying around him, soaring and diving. അവൻ്റെ ശ്രദ്ധയിൽ അവൻ്റെ സഹോദരന്മാരും സഹോദരിയും വന്നു. അവരും ശബ്ദത്തോടെ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് പറക്കുവാനും കുതിച്ചുയരുവാനും ഡൈവ് ചെയ്യുവാനും ആരംഭിച്ചു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ തളർച്ചയെല്ലാം മറികടന്ന് അവന് പറക്കുവാനായിട്ട് ആഗ്രഹം തോന്നി. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. Then he completely forgot that he had not always been able to fly. ഇപ്പോൾ അവൻ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി, പൂർണ്ണമായി മറന്നുപോയിരിക്കുന്നു. തനിക്ക് പറക്കാൻ അറിയുകയില്ലായിരുന്നു എന്നുള്ളത് പൂർണ്ണമായി മറന്നു. അതായത് ഇപ്പോൾ നന്നായി പറക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ആൻഡ് ഹി കമൻസ്ഡ് ടു ഡൈവ് ആൻഡ് സോർ ഷ്രീക്കിംഗ് ഷ്രില്ലി. ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മൂർച്ചയേറിയ സ്വരത്തിൽ ഒച്ചയുണ്ടാക്കിക്കൊണ്ട് ഡൈവ് ചെയ്യാനും മുകളിലേക്ക് കുതിച്ചുയരാനും അവന് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ He was near the sea now, flying straight over it, facing out of the ocean. He saw a vast green sea beneath him, with little bridges moving over it. He turned his beak sideways and cawed amusedly. His parents and his brothers and sister had landed on this green floor in front of him. He was near the sea now. ഇപ്പോൾ അവൻ കടലിനോട് ചേർന്ന് പറക്കുകയാണ്. Flying straight over it.
താഴത്ത് വീഴാതെ നിവർന്ന് നേരെ പറക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ, സമുദ്രത്തിന് അഭിമുഖമായി നല്ല വിടർന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അവൻ പറക്കുവാൻ തുടങ്ങി. ഹി സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം, അവൻ പറക്കുന്നതിൻ്റെ താഴെ വിശാലമായ പച്ച നിറമുള്ള സമുദ്രം അവൻ കണ്ടു. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്, ചെറിയ ചെറിയ വരമ്പുകൾ പോകുന്നതായി അവന് തോന്നി. ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വേസ് ആൻഡ് കോഡ് അമ്യൂസ്ഡ്ലി, സന്തോഷത്തോടെ തൻ്റെ ചുണ്ട് അല്ലെങ്കിൽ തൻ്റെ കൊക്ക് വശങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട് സന്തോഷസൂചകമായി അവൻ ശബ്ദം പുറപ്പെടുവിച്ചു. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, ആ വരമ്പുകളിൽ അവൻ്റെ പാരൻസും ചേട്ടന്മാരും സഹോദരിയും അവനെ നോക്കി കാത്തിരിക്കുന്നത് അവന് കാണാമായിരുന്നു. സത്യത്തിൽ ആ ഫാമിലി അവൻ്റെ ആദ്യത്തെ പറക്കൽ ആഘോഷിക്കുകയായിരുന്നു. നമുക്ക് തോന്നിയേക്കാം ഈ ഫാമിലിയിൽ ആർക്കും ഇവനോട് ഇഷ്ടമുണ്ടായിരുന്നില്ലേ, എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തിയോ എന്ന്. പക്ഷേ എളുപ്പത്തിൽ അവനെ പറക്കൽ പഠിപ്പിക്കാൻ അവൻ്റെ അമ്മ പ്ലാൻ ചെയ്ത ഒരു ട്രിക്കായിരുന്നു അത്. എന്തു തന്നെ ആയാലും നമ്മുടെ സീകൾ ഇപ്പോൾ പറക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. They were beckoning to him, calling shrilly. അവൻ്റെ പാരൻസും മാതാപിതാക്കളും സഹോദരന്മാരും സഹോദരിയും അവനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അവർ ഉച്ചത്തിൽ ആക്രോശിച്ചു അവൻ്റെ പറക്കൽ. He dropped his legs to stand on the green sea. പച്ച നിറമുള്ള സമുദ്രത്തിൽ കാലുകുത്തുന്നതിനായി അവൻ ശ്രമിച്ചു. His legs sank into it. നിങ്ങൾ കണ്ടിട്ടില്ലേ പക്ഷികൾ അവരുടെ കാലുകൾ വെള്ളത്തിന് മുകളിൽ കുത്തി നിൽക്കുന്നത്? നമ്മൾ ഓർക്കും താഴ്ന്നു പോകുമെന്ന്, പക്ഷെ അവർ താഴ്ന്നു പോകാറില്ല. അവരുടെ ഒരു പ്രാക്ടീസ് മൂലം അവർ അക്വയർ ചെയ്യുന്ന ഒരു സ്കില്ലാണത്. അപ്പോൾ ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്, അവൻ്റെ കാലുകൾ ആക്ച്വലി അതിലോട്ട് താഴ്ന്നു പോകാൻ തുടങ്ങി. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗൈൻ ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. അപ്പോൾ പേടിച്ച് അവൻ ഒച്ചയുണ്ടാക്കി, അതോടൊപ്പം തന്നെ ശക്തിയായി കുതിച്ച് പറന്നുയരുവാനായിട്ട് അവൻ ശ്രമിച്ചു. But he was tired and weak with hunger and he could not rise, exhausted by the strange exercise. വിചിത്രമായ ഈ എക്സർസൈസിൽ, അതായത് കാലുകൾ വെള്ളത്തിൽ കൊത്തുകയും ചിറകുകൾ ശക്തമായി അടിക്കുകയും അതുകൂടാതെ ആദ്യമായി പറന്ന ക്ഷീണം, പിന്നെ വിശപ്പ്, ദാഹം, ഇതെല്ലാം അവനുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ കാലുകുത്താൻ ശ്രമിച്ചെങ്കിലും താഴ്ന്നു പോയി. അതിൽ നിന്ന് പറന്നുയരാനായിട്ട് അവൻ ശ്രമിച്ചെങ്കിലും ഈ ടയേർഡായി പോയതുകൊണ്ട്, വളരെയധികം ക്ഷീണിതനായി പോയതുകൊണ്ട് അവന് പറന്നുയരാൻ സാധിച്ചില്ല. His feet sank into the green sea and then his belly touched it. അവൻ്റെ കാലുകൾ വെള്ളത്തിലേക്ക് പതുക്കെ താഴുവാൻ തുടങ്ങി. അവൻ്റെ ബെല്ലി, അവൻ്റെ വയറ് വെള്ളത്തിൽ സ്പർശിച്ചു. ആൻഡ് ഹി സാങ് നോ ഫാദർ. ഇനി അവൻ താഴ്ന്നു പോവുകയില്ല, കാരണം ഇപ്പോൾ അവൻ പഠിച്ചു എങ്ങനെയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കേണ്ടതെന്ന്. He was floating on it and around him his family was screaming, praising him, and their beaks were offering him scraps of dogfish. He was floating on it. ഇപ്പോൾ വെള്ളത്തിൽ ഒഴുകി നടക്കാനായിട്ട് അവന് പറ്റുന്നുണ്ട്. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്. അവൻ്റെ ചുറ്റും അവൻ്റെ കുടുംബം മുഴുവനുണ്ട്. അവൻ്റെ മാതാപിതാക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിയുമുണ്ട്. അവർ സന്തോഷത്തോടെ ഒച്ചയിടുകയാണ്, അവനെ എൻകറേജ് ചെയ്യുകയാണ്, അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ദെയർ ബീക്സ് വെയർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അവർ പിടിച്ച ചെറിയ സ്രാവ് പോലത്തെ ഒരു തരം മീനാണ്, അതാണ് ഡോഗ് ഫിഷ്. ആ ഡോഗ് ഫിഷ് അവരെല്ലാം അവരുടെ ബീക്കിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷീണിതനായി പറന്ന് തളർന്നു വന്ന ഈ സീകളിന് കൊടുക്കാനായിട്ട് അവർ ഭക്ഷണവുമായി കാത്തു നിൽക്കുകയാണ്. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ നമ്മുടെ കഥാനായകൻ സീകൾ അവൻ്റെ ആദ്യത്തെ പറക്കൽ നടത്തിയിരിക്കുന്നു. അപ്പോൾ അമ്മയുടെ സമയോചിതമായ ഇടപെടൽ മൂലവും ബുദ്ധിപൂർവമായ പെരുമാറ്റം മൂലവുമാണ് സീകൾ പറക്കുവാൻ പഠിച്ചത്. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന മോറൽ എന്താണ്? സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം അല്ലെങ്കിൽ കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഇത് നമ്മളിൽ ചെറുപ്പകാലം തൊട്ട് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിത വിജയം നേടുവാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. Let's wind up this lesson here, and I would like to tell you to subscribe this channel, and we'll meet again. Thank you.